ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലടിക്ക് അടുത്തായിട്ട് തട്ടുപാറ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിക്കുള്ളൊരു ചെറിയൊരു ഓഫ് റോഡാണ്. ഏകദേശം ഒരു 4-4.5 കിലോമീറ്ററോളം വരുന്നൊരു ഓഫ് റോഡ് വഴിയാണ്. ഇത് കാലടിക്കടുത്തുള്ള, അതായത് അങ്കമാലി, കാലടി, പെരുമ്പാവൂരൊക്കെ ഉള്ള ആൾക്കാർക്ക് ജസ്റ്റ് രാവിലെയൊക്കെ വന്ന് ഈ ട്രാവലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വഴി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഓഫ് റോഡാണ്. നല്ലതെന്ന് വെച്ചാൽ ഹെവി ഓഫ് റോഡ്, ഹെവി കല്ലുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുത്തനെയുള്ള കയറ്റം അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമല്ല. പക്ഷേ രണ്ട് സൈഡിലും കാടൊക്കെ നിറഞ്ഞു നിന്ന് നടുക്കേക്കൂടെയുള്ളൊരു വിജനമായ പാത. ഇത് കൂടെയൊക്കെ വന്നു പോകണ ഒരു എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ. കാരണം ഇത് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിൽ തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പൊന്നെ ഇതുപോലത്തെ ഒരു വൈബ് കിട്ടിയല്ലോ എന്നാണ് വിചാരിച്ചത്. അതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കിട്ടിയത്. ഈ വഴിക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരു വെള്ളച്ചാട്ടവും ഒരു പാറക്കോറിയൊക്കെ നമുക്കിങ്ങനെ ദൂരെ നിന്ന് കാണാൻ പറ്റും. അതൊക്കെ ഭയങ്കര അതിമനോഹരമാണ് നമുക്ക് കാണാനായിട്ട്. ഒരു മനുഷ്യനില്ലാത്ത വഴിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു മനുഷ്യനില്ല ഈ വഴിക്ക്. അതുപോലെ മറ്റ് വണ്ടികളോ കാര്യങ്ങളൊന്നും. ആകെ ഈ വഴിക്ക് കണ്ടൊരു വണ്ടി എന്ന് പറഞ്ഞാൽ കിടക്കുന്നൊരു പൊളിഞ്ഞ വണ്ടിയാണ് നമുക്ക് ആകെ കാണാൻ പറ്റിയത് ഗൈസ്. അപ്പോൾ ഏതായാലും ഈ വഴി പോയി നോക്കാമെന്ന് വെച്ച് തട്ടുപാറ വ്യൂ പോയിന്റിലേക്ക് പോകാൻ ഇറങ്ങി തിരിച്ച് ഞങ്ങൾ വഴി തെറ്റിയാണ് ഈ വഴിക്ക് കയറിപ്പോയത്. ഏകദേശം ലൂപ്പ് മോഡ് എന്ന് പറയുന്ന പോലെ തന്നെ ചെന്നിടത്ത് തന്നെ പിന്നെയും ചെല്ലേണ്ട വന്നു. അതുപോലെ തന്നെ ആ സ്ഥലത്ത് തന്നെ നമ്മൾ പിന്നെയും ചെന്ന് വിട്ടു. നമ്മൾ അതിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പങ്കാളി എന്ന് വിളിപ്പേരുള്ളൊരു സ്പ്ലെൻഡറാണ്. അതെൻ്റെ കൂട്ടുകാരൻ എബിയുടെയാണ്. ആ വണ്ടിയും വെച്ചാണ് ഞങ്ങൾ രാവിലെ ഇന്ധനക്ഷമതയൊക്കെ ലാഭിച്ച് ഞങ്ങൾ പോകുന്നൊരു വഴിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതെന്താണെന്ന് ആലോചിച്ചാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പാറക്കല്ലുകളും ഭയങ്കര പായൽ പിടിച്ച പാറക്കല്ലും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ വഴിക്ക് ഉണ്ടായിരുന്നത്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന് കയറി ഈ വഴി ഇങ്ങനെ അങ്ങ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഈ വഴി എന്തോരം ഉണ്ടോ അത്ര അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ അത്രയും ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടി. കാരണം കുറേ നാളായി ഇങ്ങനെ ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാൻ. സത്യം പറഞ്ഞാൽ ഞാൻ വന്നത് പെരുമ്പാവൂരിൽ നിന്ന് കോതമംഗലത്ത് നിന്ന് വന്നിട്ടാണ് കാലടിക്കടുത്തുള്ള ഈ സ്ഥലത്തേക്കടെ തട്ടുപാറ വ്യൂ പോയിൻറ്റ്. കാരണം ഒരു മനുഷ്യൻ ഈ തട്ടുപാറ വ്യൂ പോയിൻറ്റിലൊക്കെ പോകാൻ വേണ്ടി ഈ കാലത്തൊന്നും ഒരു മനുഷ്യൻ പോലും വരില്ല. കാരണം ഞങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഇപ്പോൾ അടുത്തുള്ളത് ഈ ഒരു തട്ടുപാറ വ്യൂ പോയിൻറ്റ്. അതുപോലെ തന്നെ ബ്രോയ്ക്കൊരു യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി അതിനകത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ എടുത്തു കൊണ്ടുവന്ന് അതിനകത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ ആയിട്ട് കിടക്കണതാണ് പുള്ളി. കാരണം ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇങ്ങനത്തെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യൂ പോയിൻ്റ് ഇങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എവിടെന്നെങ്ങാണ്ടൊക്കെ എവിടെന്നോ കണ്ടുപിടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് രാവിലെ 6:30 സമയത്ത് രാവിലെ ഈ സ്പ്ലെൻഡർ എടുത്ത് കോതമംഗലത്ത് നിന്ന് വന്ന് എന്നെ പെരുമ്പാവൂരിൽ നിന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ മഴക്കാലത്ത് ഇറങ്ങി പുറപ്പെട്ടൊരു ട്രിപ്പാണ് സത്യം പറഞ്ഞത്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്ക് ബാക്കി വിശേഷങ്ങൾ. ഹിഡൻ ജെമ്മ് ഗായ്സ്, നോക്കൂ. ഒരു വെള്ളച്ചാട്ടമല്ലേ ഗായ്സ്? അത് ഒരു വെള്ളച്ചാട്ടമല്ലേ ബ്രോ? അത് വൈബല്ലേ? പറയാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. വൈബായിട്ടുണ്ടത്. സസ്പെൻസ് സാധനം. നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിയിട്ടില്ല നമ്മളെന്നാലും. നമ്മുടെ സ്പോട്ടിലേക്ക് നമ്മൾ എത്തണുള്ളൂ ഗൈസ്. കുറച്ചും കൂടെ പോകാണ്ട്. ഒരു താറൊക്കെ ആയിട്ട് വന്ന് കയറി പോയി കഴിഞ്ഞാൽ ഇവിടെ പോണ ചുമ്മാ വേറെ മൂടായിരിക്കും. ഞാനിങ്ങനെ വീഡിയോക്കകത്ത് ഇങ്ങനെ ഒരു സംഭവത്തിനെ പറ്റി വലിയ അറിവ് കേട്ടില്ല. അല്ലെന്ന് ഈ വഴിയെ പറ്റി ഞാൻ അങ്ങനെ കണ്ടില്ലായിരുന്നല്ലോ. അതാണ് എനിക്ക് ഡൗട്ട്. നമ്മള് ഒരാഴ്ചയായിട്ട് ഇതിനെ പറ്റി റിസർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. കാരണം പോണമല്ലോ ഒന്നും ഞാൻ ആലോചിച്ചിട്ടേ. അല്ല മറ്റേ വഴിയാണോ ചെറിയ സംശയമുണ്ട്. ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ ആ വഴിക്ക്. ആ വഴിക്ക് ചെക്ക് പോസ്റ്റ് അല്ലെന്നേ, മറ്റേ വഴിയാണോ സംശയമുണ്ട്. ഞാൻ അതിനോട് ചോദിക്കണം. ഇത് പാറമട തന്നെയാണല്ലോ ബ്രോ. മറ്റേ വഴിയില്ലേ, നമ്മളാ ആയിക്കോട്ടിറങ്ങിയ വഴിയില്ലേ, കനാലിലേക്ക്. ഇവിടെയൊക്കെ ആര് വരാനാ ബ്രോ? നമ്മളെന്താ പുതിയ അഡ്വഞ്ചർ വഴികൾ തേടി. ഇല്ലില്ല, സ്ഥലം എത്താറായിട്ടുണ്ടാവും ബ്രോ. ഒരുപാട് അങ്ങനെ നമ്മൾ കിടന്ന് അലയേണ്ട വരുന്നിരിക്കുന്നു. പക്ഷെ ഈ വഴി ഞാൻ എവിടെയും കണ്ടില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് ആൾക്കാർ കയറി ചെല്ലുന്നത് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. അതേ കയറ്റം കൂടെ കയറി കഴിയട്ടെ ബ്രോ. ഏതായാലും വരെ എത്തി. അതായിരിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വേറൊന്നല്ല. അതിൽ കൂടുതൽ വന്നിട്ട് നമ്മുടെ മറ്റേ വഴിയാണ്, ആ ലെഫ്റ്റിലോട്ടുള്ള വഴിയില്ലേ.
റബ്ബർ തോട്ടം കേട്ടോ, ഫുള്ള് റബ്ബർ തോട്ടത്തിന് ഉള്ളിൽ കൂടെയുള്ള പരിപാടിയാണ്. ഇനി ഒരു പക്ഷേ നമ്മൾ വഴി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ തിരിഞ്ഞു വന്നല്ലേ ഈ ഓഫ് റോഡ് കയറാതെ കിടന്ന് ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എത്തേണ്ട ഒരു സ്ഥലത്തേക്കായിരുന്നു നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നതെന്നാണ് ഇപ്പം നമ്മൾ കണക്ട് ഇപ്പം ഏതാ ഇതൊരു ഫോറസ്റ്റ് റൂട്ടായിരുന്നു സംഭവം. എനിക്ക് തോന്നുന്നത് സംഭവങ്ങൾ കുറച്ച് ഏതാ വഴി ബാക്കിലേക്ക് ഇറങ്ങേണ്ടി വരും. അവിടം വരെ കറക്റ്റായിരുന്നു, ഇത് തെറ്റിയണ്ടല്ലേ വിഷയം. നമ്മൾ കറങ്ങി വന്നോ? അത്രയും വരില്ല. അപ്പൊ നമ്മൾ എന്നെ സംഭവിച്ചെന്നറിയാം, നമ്മൾ താഴത്തേക്ക് ഇറങ്ങില്ലേ. സത്യം പറഞ്ഞാൽ ഇതൊരു കാടാ, ഒരു കാട് വൈബ്. അത് ഒന്നുമില്ല, പാറമടകളും വെള്ളവും മാത്രം. ചാണാനും പന്നിയും. എന്റെ പൊന്നു ബ്രോ, ചെക്ക് പോസ്റ്റ് വഴി ഇത് തന്നെ. പോട്ടെ, കയറി പോട്ടെ. പക്ഷെ ഫുൾ ചെക്ക് പോസ്റ്റ് ഫോറസ്റ്റ് ഏരിയ കേട്ടോ ബ്രോ. ഇത് അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റ് ഉണ്ടാവില്ല. ഇവിടെയൊക്കെ ഓരോരോ കുളങ്ങൾ, ഇതൊക്കെ ഭയങ്കര നിഗൂഢമായിട്ടൊരു സ്ഥലമുള്ള ബ്രോ ഇത്. അതേട്ടോ, എല്ലാം കാണുന്ന കാഴ്ചകളല്ല ഒരുമാതിരി നിഗൂഢം പിടിച്ചത്. റൈറ്റ് നിഗൂഢത നിറഞ്ഞൊരു സെറ്റപ്പ്. ഇനി 5.3 കിലോമീറ്റർ. നമ്മൾ അതിന്റെ അടുത്ത് വരെ എത്തിയിട്ട് എന്തോ മാറിപ്പോയി. നമ്മൾ അടുത്തുനിന്ന് എങ്ങോട്ടോ മാറി തിരിഞ്ഞു പോയതാണ്. എന്റെ പൊന്നെ, നമ്മളിത് എവിടെയാ? സ്ഥലത്തേക്ക് എത്തണില്ലല്ലോ. എന്ത് പറ്റിയെന്ന് പിടികിട്ടുന്നില്ലല്ലോ. നമ്മള് ചെകുത്താന്റെ കോട്ടയിലേക്ക്. ലൂസിഫർ ചർച്ച് പോലത്തെ ഒരു ചർച്ച അത്. എവിടെ എന്തോ പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. 6:53 ചെല്ലും. പക്ഷെ ബ്രോ, ഈ വഴി നമ്മൾ മേളിലോട്ട് കയറിപ്പോ ഒരു വഴിയാണോന്ന് എനിക്ക് തോന്നുന്നു. ഇതെന്നെ നമ്മളായിട്ട് കറക്കണ പോലും. എന്തോ ഒരു കല്ല് ഉരുണ്ട് വന്നേക്കണയാ. ബ്രോ പറഞ്ഞ പോലെ തന്നെ. നമ്മൾ കേറി പോകുന്ന വഴിക്ക് ബ്രോ, ഈ വഴി നമ്മൾ കേറിപ്പോയെന്ന് തോന്നുന്നു ബ്രോ. ഈ വഴി നമ്മൾ കേറിപ്പോയെന്ന് തോന്നണമെന്നേ. ഹേ മൈ ഗായ്സ്, അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഒരു 1925 പണി കഴിപ്പിച്ച ഈ ഒരു തട്ടുപാറ വ്യൂ പോയിൻ്റ് പള്ളി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്ന് പുറപ്പെട്ടത്. പക്ഷെ നമ്മൾ എത്തിപ്പെട്ടത് ആ ഒരു വഴിയിലൂടെയാണ്. അപ്പോൾ ഒരു വഴി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കാലടിയിലൊക്കെ ഭാഗത്തൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് രാവിലെയൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നോളൂ. ജസ്റ്റ് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു പള്ളിയുടെ പ്രദേശങ്ങളൊക്കെ നല്ല മനോഹരമാണ് കാണാനായിട്ട്. നല്ല വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു വിശേഷങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.